السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തഖ്വയിൽ അധിഷ്ഠിതമായി ശരിയായ തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിച്ച് റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാഇന്റെയും ഔലിയാഇന്റെയും സുദീഖുകളുടെയും ശുഹദാഇന്റെയും സ്വാലിഹീകളുടെയും കൂടെ ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് നൽകി റഹ്മാനായ റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമായ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവനും പ്രബോധനം ചെയ്ത ഒരു ആദർശവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് ശരിയാം വിധം പറയുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവൻ തങ്ങളുടെ ജനതയോട് അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്ത ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഇസ്ലാമിക ദൃഷ്ട്യാ ഇബാദത്ത് എന്ന് വിളിക്കാവുന്ന ഏതെല്ലാം ഉണ്ടോ, അത് പ്രാർത്ഥനയാണെങ്കിലും നേർച്ചയാണെങ്കിലും വഴിപാടാണെങ്കിലും സത്യം ചെയ്യലാണെങ്കിലും സുജൂദും റുകൂഉം നമസ്കാരവും നോമ്പും അടക്കമുള്ള ഏതേതു ഇബാദത്തുകളും അർപ്പിക്കപ്പെടുവാൻ അർഹതയുള്ള ഒരേ ഒരു ശക്തി, ഒരേ ഒരു ഇലാഹ് റഹ്മാനായ റബ്ബ് മാത്രം. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥന സമർപ്പിക്കുന്നുവെങ്കിൽ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചകൾ നേരപ്പെടുന്നുവെങ്കിൽ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യപ്പെടുന്നുവെങ്കിൽ, റബ്ബല്ലാത്തവരുടെ പേരിൽ പ്രാർത്ഥനയുടെ പര്യായമായ സഹായാർത്ഥന, ഇസ്തിഗാസ, ഇസ്തിആന
നിർവഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ഏറ്റവും വലിയ ധിക്കാരമാണ്. റഹ്മാനായ റബ്ബിൽ പങ്കുചേർക്കലാണ്. റബ്ബൊരിക്കലും പൊറുക്കാത്ത കൊടിയ പാപമാണ്. അതോടുകൂടി നരകം നിർബന്ധമായി മാറും, സ്വർഗം നിഷിദ്ധമായി മാറും, എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി തീരുമെന്നൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തി. റഹ്മാനായ റബ്ബിന് പുറമെ റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുക വഴി, അവരെ ആരാധിക്കുക വഴി അള്ളാഹുവിന്റെ നാമങ്ങളോ ഗുണങ്ങളോ വിശേഷണങ്ങളോ റബ്ബല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുക വഴി അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ, ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിന്റെ ഗൗരവം പല രൂപത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തി. ഒന്നാമതായി ഖുർആൻ പറഞ്ഞത് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, നരകമാണ് അവന്റെ വാസസ്ഥലം. അക്രമികളായ ആളുകൾക്ക് ഒരു സഹായവും ഉണ്ടാവുക ഇല്ല തന്നെ. അതേപോലെ ഖുർആൻ പഠിപ്പിച്ചു. ഈ വചനം സൂറത്ത് മാഇദയിലാണ്. സൂറത്ത് നിസാഇൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദുന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ പങ്കു ചേർക്കപ്പെടുക എന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല. അല്ലാത്തതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. മൂന്നാമതായി ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന മനുഷ്യനെ പറ്റി ഖുർആന്റെ പ്രയോഗം ഫഖദ് ളല്ല ളലാലൻ ബഈദ ഔ ഫഖദ് ളല്ല ളലാലൻ മുബീന. രണ്ട് രൂപത്തിൽ ഖുർആൻ പ്രയോഗിച്ചു. അതിവിദൂരമായ വഴികേടിലാണ്, വളരെ വ്യക്തമായ വഴികേടിലാണ്, ളലാലത്തിലാണ് അവൻ ചെന്നുപെട്ടിരിക്കുന്നത്. നാലാമതായി ഖുർആൻ പറഞ്ഞത് ശിർക്ക് സംഭവിച്ചാൽ അതോടുകൂടി എത്ര വലിയവനാണെങ്കിലും എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോയി. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇക്കാര്യം പറഞ്ഞു. സൂറത്ത് അൻആമിൽ എല്ലാ അമ്പിയാക്കളെയും പരാമർശിച്ചുകൊണ്ടും അല്ലാഹു തആല പറഞ്ഞു ലഇൻ അസ്റക്ത ലയഹ്ബതന്ന അമലുക. പ്രവാചകരെ, താങ്കൾ ശിർക്ക് ചെയ്താലും താങ്കളുടെ എല്ലാ അമലും അതോടുകൂടി ബാത്തിലായി പോകും, നിഷ്ഫലമായി പോകും. സൂറത്ത് അൻആമിൽ 18 പ്രവാചകന്മാരുടെ പേര് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ മൊത്തം 25 പ്രവാചകന്മാരുടെ പേരാണുള്ളതെങ്കിൽ അതിൽ 18 പ്രവാചകന്മാരുടെ പേര് ഒന്നിച്ചു പരാമർശിച്ച അധ്യായമാണ് സൂറത്തുൽ അൻആം. അതിലെ 87 വരെയുള്ള ആയത്തുകളിൽ 18 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. ആ പ്രവാചകന്മാരെ പിൻപറ്റിയ പ്രവാചകന്മാരുടെ അനുയായികളായവരെയും പരാമർശിച്ചു. ശേഷം 88ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു വലൗ അസ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വലൗ അസ്റകൂ, ഈ പറയപ്പെട്ട പ്രവാചകന്മാരോ ഈ പ്രവാചകന്മാരുടെ അനുയായികളായി കൂടിയ ആളുകളോ ആരാണെങ്കിലും ശരി, വലൗ അസ്റകൂ, അവരാരെങ്കിലും ശിർക്ക് ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത അമൽ മുഴുവനും അതോടുകൂടി ബാത്തിലായി പോകും, നിഷ്ഫലമായി പോകുമെന്ന് അൻആം സൂറയിലെ 188ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. അതേപോലെ വിശുദ്ധ ഖുർആൻ ഈ ശിർക്കിന്റെ ഗൗരവമായി പരാമർശിച്ച മറ്റൊരു വചനം സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം. ശിർക്ക് ചെയ്ത് ശിർക്ക് പ്രഖ്യാപിച്ച് ശിർക്കോടുകൂടി മരിച്ചുപോയി നരകത്തിലാണെന്ന് ബോധ്യമായി കഴിഞ്ഞ ഒരാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പ്രവാചകർക്ക് അധികാരമില്ല, അവകാശമില്ല. പ്രവാചകരുടെ കൂടെയുള്ളവർക്കും അവകാശമില്ല എന്ന് അബൂ ത്വാലിബിനെ പരാമർശിക്കവേ സൂറത്ത് തൗബയിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചു 113ാമത്തെ വചനത്തിൽ മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന അന്നഹും അസ്ഹാബുൽ ജഹീം എന്ന ആയത്തിലൂടെ അല്ലാഹു ഇത് വ്യക്തമാക്കി. ശിർക്ക് സംഭവിച്ചാൽ മറ്റൊരു ഗൗരവം പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത് ശിർക്കൊരാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ ആ ശിർക്കോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ അയാളുടെ പ്രാർത്ഥനക്കും പരിഗണന ഇല്ല എന്ന് കാണാൻ കഴിയും. ഉദാഹരണമായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടി ജിദ്ദയിൽ നിന്നുള്ള യാത്രാമധ്യേ ഉസ്ഫാൻ എന്ന സ്ഥലത്ത് വെച്ച് ഇബ്നു അബ്ബാസിന്റെ കുട്ടി മരിക്കുകയാണ്. ആ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളോട് ചോദിക്കുന്നു, എത്ര പേർ നമസ്കരിക്കാൻ കൂടിയിട്ടുണ്ടാകും? ആളുകൾ പറഞ്ഞ അത്യാവശ്യം ആളുണ്ട്. ഇബ്നു അബ്ബാസിന്റെ ചോദ്യം 40 ആളുണ്ടാകുമോ എന്നാണ്. അത് 40 ആളുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നമുക്ക് നമസ്കരിക്കാം. കാരണം ഫഖദ് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂത് ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലാ ലാ യുശ്രികുന ബില്ലാഹി ശൈആ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. മുസ്ലിമായ മനുഷ്യൻ മരിച്ചിട്ട് ആ മയ്യത്തിന് വേണ്ടി 40 ആളുകൾ നമസ്കരിച്ചാൽ 40 ആളുണ്ടായാ പോരാ, എണ്ണം തികഞ്ഞാ പോരാ, മറിച്ച് ആ 40 ആൾക്കുള്ള ക്വാളിറ്റി ആ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു. ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാത്ത, ഒരു ശിർക്കുമില്ലാത്ത 40 ആളുകൾ നമസ്കരിച്ചാൽ അവരുടെ പ്രാർത്ഥന, അവരുടെ ശുപാർശ റഹ്മാനായ റബ്ബ് സ്വീകരിക്കാതിരിക്കില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു മയ്യത്ത് ഹാജരായി കഴിഞ്ഞാൽ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാൻ ആരാ സഹോദരന്മാരെ വരിക? ഹൈന്ദവന്മാർ മയ്യത്ത് നിസ്കരിക്കാൻ വരാറില്ല, ക്രൈസ്തവന്മാർ മയ്യത്ത് നിസ്കരിക്കാൻ വരാറില്ല, നിരീശ്വരവാദികൾ മയ്യത്ത് നമസ്കരിക്കാൻ വരാറില്ല, മുസ്ലിമീങ്ങളാണല്ലോ മയ്യത്ത് നിസ്കരിക്കാൻ വരിക. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ശിർക്കില്ലാത്ത 40 ആൾ നമസ്കരിച്ചാൽ എന്നാണ്. അഥവാ നമസ്കരിക്കുന്ന ആളുകളിൽ, നമസ്കരിക്കാൻ വരുന്ന മുസ്ലിമീങ്ങളിൽ തന്നെയും ശിർക്കുള്ളവരുണ്ടാകുമെന്നല്ലേ ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണത്. 7ാമതായി ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള ഒട്ടുമിക്ക മുഹദ്ദിസുകളും തങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലികുല്ലി നബിയ്യിൻ ദഅവത്തും മുസ്തജാബ, എല്ലാ അംബിയായിനും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ട് എന്നാണ്. എല്ലാ അംബിയാക്കൾക്കും അല്ലാഹു തആല ഒരു ചാൻസ് നൽകിയിട്ടുണ്ട്, ഉത്തരം നൽകാമെന്ന് ഉറപ്പുള്ള ഒരു ചാൻസ്. മറ്റു പ്രാർത്ഥനകൾ അംബിയാഇന്റേത് ഉത്തരം കിട്ടാം, കിട്ടാതിരിക്കാം, പക്ഷെ കിട്ടാൻ സാധ്യത ഏറെ കൂടുതലാണ്, കാരണം അംബിയാക്കളാണല്ലോ. എന്നാൽ എല്ലാ അംബിയാഇനും അല്ലാഹു ഒരു ചാൻസ് കൊടുത്തു, ലികുല്ലി നബിയ്യിൻ ദഅവത്തും മുസ്തജാബ, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് അവസരം അല്ലാഹു തആല എല്ലാ പ്രവാചകന്മാർക്കും നൽകി. എന്നാൽ ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവത, എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ആ ചാൻസ്, തങ്ങളുടെ ആ പ്രാർത്ഥന ഈ ദുനിയാവിൽ നിന്ന് നിർവഹിച്ചു കഴിഞ്ഞു. വഇന്നി ഇഖ്തബതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി യൗമൽ ഖിയാമ, എന്റെ പ്രാർത്ഥന, എന്റെ ആ ചാൻസ് ഞാൻ പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്റെ ഉമ്മത്തിന് ശഫാഅത്തിന് വേണ്ടി. വഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്, ആ ശഫാഅത്ത് നാളെ പരലോകത്ത് ലഭിക്കും ഇൻഷാ അല്ലാഹ്. മമ്മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാതെ എന്റെ ഉമ്മത്തിൽ നിന്ന് ആരാണോ മരിച്ചത് അവർക്ക് ആ ശഫാഅത്ത് ലഭിക്കും. റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവരാണല്ലോ, അല്ലാതെ അബൂജഹലും ഉത്ബത്തും ശൈബത്തിനെയും ഒന്നുമല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ, ഷഹാദത്ത് ഉച്ചരിച്ച, മുസ്ലിമായി കയറി വന്ന പ്രവാചകന്റെ അനുയായിയാണെന്ന് പറയുന്ന നബിയുടെ ഉമ്മത്ത്. ആ ഉമ്മത്തിൽ നിന്ന് ശിർക്കില്ലാതെ മരിച്ചവരാരോ അവർക്ക് ആ ശുപാർശ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഈ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യുന്നവർ ഉണ്ടാകുമെന്നർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരിൽ ശിർക്ക് ചെയ്തവർ ഉണ്ടാകുമെന്നർത്ഥം. അത് മറ്റൊരു ഹദീസിൽ പ്രവാചകർ അങ്ങനെ തന്നെ പഠിപ്പിച്ചു, ലാ തഖൂമുസ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ. ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കയില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിലെ ചില കബീലകൾ, എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ മുശ്രിക്കീങ്ങളോട് ചേർന്നിട്ടല്ലാതെ
ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ആരാ സഹോദരന്മാരെ ആ മുസ്ലിക്കുകൾ? ആരാണ് ആ ഉമ്മത്ത്? രണ്ട് പ്രയോഗമാണ് ഹദീസിലുള്ളത്. എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ മുസ്ലിക്കീങ്ങളോട് ചേരും. ഏതാ ഈ ഉമ്മത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ. ഏതാ ഈ മുസ്ലിക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവർ. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടില്ലാത്ത മുസ്ലിക്കീങ്ങളോട് ചേർന്നിട്ട് ഖിയാമത്ത് സംഭവിക്കുമെന്ന് കളവ് പറയാത്ത, കളവാലോചിക്കാത്ത മഅ്സൂമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഹാക്കിമും ബൈഹഖിയും മറ്റും ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണത്. അത് വ്യത്യസ്ത പദങ്ങളിൽ ആ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ശിർക്ക് ഈ ഉമ്മത്തിൽ വരുമെന്നാണ് പഠിപ്പിച്ചത്. ഈ ഉമ്മത്ത് ബഹുദൈവാരാധകന്മാരുടെ വഴിയിലേക്ക് പോകുമെന്നാണ് പഠിപ്പിച്ചത്. അത് ഉണ്ടായി. ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ തന്നെ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ഈ ഉമ്മത്തൊന്നാകെ ശിർക്കിലേക്ക് പോകില്ലെന്ന് പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ലാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി. ലാ അഖാഫു അലൈക്കും, നിങ്ങളെ മേൽ ഞാൻ പേടിക്കുന്നില്ല. അൻ തുശ്രികൂ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന് ഞാൻ പേടിക്കുന്നില്ല എന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ചില മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. എന്റെ കാലശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന പേടി എനിക്കില്ല. അതാരോടാ? ഒന്നുകിൽ സ്വഹാബത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട്, സ്വഹാബ എന്റെ കാലശേഷം നിങ്ങൾ ശിർക്കിലേക്ക് പോകുമെന്നല്ല എന്റെ പേടി, മറിച്ച് വലാകിൻ അൻ തുബസത അലൈക്കുമുദ് ദുനിയാ, നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാകുമെന്ന പേടിയെ എനിക്കുള്ളൂ എന്ന് പറഞ്ഞത് സ്വഹാബത്തിനെ കുറിച്ചായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് സൗകര്യങ്ങൾ കൂടും, സാമ്പത്തിക ശേഷി കൂടും, അങ്ങനെ ആ ദുനിയാവിന് വേണ്ടി മത്സരിക്കും, അത് നിങ്ങൾ നാശത്തിന് ഹേതുവായി മാറുമെന്ന ആശങ്ക എനിക്കുണ്ട്. നിങ്ങൾ ശിർക്കിലേക്ക് പോകുമെന്ന പേടി എനിക്കില്ല. അല്ലെങ്കിൽ ഇമാം അസ്ഖലാനിയൊക്കെ പറഞ്ഞതുപോലെ ഐ അലാ മജ്മൂഇക്കും, ഈ ഉമ്മത്തൊന്നാകെ ശിർക്കിലേക്ക് പോകുമെന്ന പേടി എനിക്കില്ല. എന്നിട്ട് ഇമാം അസ്ഖലാനി പറഞ്ഞു ലിഅന്നഹു ഖദ് വഖഅ മിനൽ ബഅദി, കാരണം ചിലർ ആ ശിർക്കിൽ പെട്ടിട്ടുണ്ടല്ലോ, ഈ ഉമ്മത്തിൽ ചിലർ ശിർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ശിർക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ. വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ എന്ന് കൂടി ഇമാം അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഉമ്മത്തിന്റെ മേൽ ശിർക്ക് സംഭവിക്കില്ല എന്ന് പറഞ്ഞത് ഉമ്മത്തൊന്നാകെ ശിർക്കിലേക്ക് പോകില്ല എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ചില കബീലകൾ, ഖബായിലു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ചില കബീലകൾ ശിർക്കിലേക്ക് പോകുമെന്നാ പഠിപ്പിച്ചത്. ആ പോക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇമാം അസ്ഖലാനി രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 600 കൊല്ലം മുമ്പ് അദ്ദേഹം അത് രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് തീർച്ചയായും അതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പല രൂപത്തിൽ ശിർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന. അല്ലാഹു അല്ലാത്തവരിലേക്ക് വഴിതിരിച്ച് വിടുക വഴി കൊടിയ ശിർക്കിൽ ഇന്ന് മുസ്ലിം ഉമ്മത്ത് എത്തിപ്പെട്ടു. ഒരുപക്ഷെ പലരും ചോദിക്കും, ആരാ വഹാബികളെ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നത്? ആരാ മുജാഹിദീങ്ങളെ അമ്പിയായിനോട് തേടുന്നത്? ഞങ്ങളാരും അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങളാരും മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നില്ല. ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് റബ്ബിനോട് ചോദിക്കുന്നുവെന്നല്ലാതെ ഞങ്ങളാരും മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് അടുത്ത കാലം വരെ സാധാരണക്കാരായ സുന്നികൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത് പറയാൻ വകുപ്പില്ലാത്ത വിധം കഴിഞ്ഞ മാസം നടന്ന മംഗലാപുരം സംവാദത്തിലതാ ഈക്കെ വിഭാഗം സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ആളുകളായി അവിടെ വന്ന് സംസാരിച്ച ഫൈസിമാരും ഇർഫാനിമാരും ദാരിമിമാരും അടങ്ങുന്ന സദസ്സിൽ വെച്ച് MT അബൂബക്കർ ദാരിമി എന്ന് പറയുന്ന സമസ്തയുടെ പ്രഭാഷകൻ, അയാൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് ആ ശൈഖിനോട് യാ ശൈഖ് മുഹീദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നൊരാൾ തേടുകയും കേട്ടു നിൽക്കുന്നവർ ആമീൻ പറയുകയും ചെയ്താലും അത് തകരാറില്ല, അത് പ്രശ്നമില്ല, അത് കുഴപ്പമില്ല, അത് ശിർക്കല്ല, ശൈഖ് സൃഷ്ടാവല്ലെന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ് MT അബൂബക്കർ ദാരിമി എന്ന് പറയുന്ന സമസ്തയുടെ പുരോഹിതൻ മംഗലാപുരത്ത് വെച്ച് കഴിഞ്ഞ മാസം 20-ാം തീയതി പ്രഖ്യാപിച്ചത്. സഹോദരന്മാരെ, ഈ ഒരു സ്വരം
ഈ ഒരു സംസാരം നമ്മളുമായൊക്കെ ബന്ധമുള്ള ഒരുപാട് സാധാരണക്കാരായ സുന്നികളുമായി ഞങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ അവരെ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയാമെന്നോ അതിന് ആമീൻ ചൊല്ലാമെന്നോ അങ്ങനെ മുസ്ലിയാരും പറയില്ല. പറഞ്ഞിട്ടുണ്ട്, ഇതാ ക്ലിപ്പ്, നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞ് ക്ലിപ്പ് കാണിക്കുമ്പോൾ, CD കൽപ്പിക്കുമ്പോൾ സാധാരണക്കാരായ സുന്നികൾക്ക് പോലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അവിടെയാണ് മുസ്ലിയാക്കന്മാർ എത്തിയിരിക്കുന്നത്. ആ ഒരു 13 മിനിറ്റ് നിങ്ങൾ ക്ലിപ്പാക്കി എല്ലാവരെയും കേൾപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറയാനിലേക്ക് എത്തിയ നമ്മുടെ ഭാഗത്തുള്ള ചോദ്യം, ആ ചോദ്യത്തിന് അവര് പറഞ്ഞ മറുപടി, ആ മറുപടിക്ക് ശേഷം നമ്മൾ നൽകിയ വിശദീകരണം 14 മിനിറ്റ്, 5 മിനിറ്റ് 4 മിനിറ്റ് നമ്മുടെ ചോദ്യം, 5 മിനിറ്റ് നമ്മുടെ മറുപടി, വീണ്ടും 4 മിനിറ്റ് നമ്മുടെ വിശദീകരണം, ഇങ്ങനെയുള്ള 13 മിനിറ്റ്. ആ 13 മിനിറ്റ് സമയം ഒരു ക്ലിപ്പാക്കിയിട്ട് അത് എല്ലാവരെയും കേൾപ്പിക്കണം, എല്ലാ സുന്നികളെയും കേൾപ്പിക്കണം. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? പള്ളിയിലെ മുസ്ലിയാക്കന്മാരോട്, ഉസ്താദുമാരോട്, നമ്മുടെ ഖതീബുമാരോട്, ഖാലിമാരോട് എല്ലാം ചോദിക്കണം, ഇത് ശരിയാണോ, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അന്നത്തെ ചോദ്യം തന്നെ പ്രത്യേകം ശ്രദ്ധേയമായിരുന്നു. ഫാത്തിഹ സൂറയിൽ നമ്മൾ പറയുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദ്യം ഉന്നയിച്ചത് തന്നെ. ആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഒരാൾ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ സൃഷ്ടാവല്ല, ഖാലിഖല്ല, മഹാൻ മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് യാ ശൈഖ് മുഹ്യിദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുകയും കേട്ട് നിൽക്കുന്നവർ ആമീൻ പറയുകയും ചെയ്തു. എങ്കിൽ അത് ശിർക്കാണോ, ശിർക്കല്ലേ, അതിന്റെ വിധി എന്ത് എന്ന ചോദ്യത്തിനാണ് അയാൾ 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ആ സംവാദത്തിൽ പ്രഖ്യാപിച്ചത്. അത് ശിർക്കല്ല, ഒരു കുഴപ്പവുമില്ല, ഒരു തകരാറുമില്ല എന്നയാൾ പറഞ്ഞു കഴിഞ്ഞു. അതെ, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന ആ പ്രമേയം തന്നെ വലിച്ചെറിയുന്നിടത്തേക്ക് ഔദ്യോഗികമായി അവിടെ എത്തിയിരിക്കുന്നുവെന്നർത്ഥം. ആദർശ തലത്തിൽ അവരെന്നോ വലിച്ചെറിഞ്ഞു, ഇപ്പൊ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അടക്കം ശൈഖന്മാരോട് തേടാം എന്ന് പറയുന്നിടത്തേക്ക് അവർ അധപതിച്ചെങ്കിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്, ഇത് ഇസ്ലാമിന്റെ വഴിയല്ല, ഇത് ദീനിന്റെ മാർഗമല്ല. ഈ ഒരു പ്രവണത സമൂഹത്തിൽ ഉടലെടുത്തപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം സംഘടിതമായി 100 കൊല്ലം മുമ്പേ ഈ ശിർക്കിനെതിരെ പ്രവർത്തന രംഗത്തിറങ്ങിയത്. റബ്ബിനോടെ പ്രാർത്ഥിക്കാവൂ എന്ന്, അവനോടെ സഹായം തേടാവൂ എന്ന്, അവനോടെ ഇസ്തിഗാസ ചെയ്യാവൂ എന്ന് സമുദായത്തെ പഠിപ്പിച്ചു. നാം അന്ന് വിശദീകരിച്ചു കൊടുത്തു. കാരണം ദുആ കേൾക്കുന്നവൻ അല്ലാഹു മാത്രം, ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ അല്ലാഹു മാത്രം. കാരണം നമ്മളൊക്കെ റബ്ബിനോട് പ്രഖ്യാപിക്കുന്നു, അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പല പ്രാർത്ഥനകളിൽ നമ്മൾ പറയുന്നു, ഇന്നക സമീഉദ് ദുആ, റബ്ബേ നീയാണല്ലോ ദുആ കേൾക്കുന്നവൻ, നീയാണല്ലോ പ്രാർത്ഥന കേൾക്കുന്നവൻ എന്ന് പ്രവാചകമാണ് പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു ധരിച്ചപ്പോൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആന്റെ ചോദ്യമുണ്ട്, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സൂഅ. ദുആ ചെയ്താൽ, പ്രയാസത്തിലകപ്പെട്ടവൻ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ചെയ്യാൻ, അവന്റെ പ്രശ്നം തീർക്കാൻ സാധിക്കുന്നവർ ആരുണ്ട്? റഹ്മാനായ റബ്ബല്ലാതെ ഇലാഹും മഅല്ലാഹ് എന്നാണ് ആയത്ത് അവസാനിക്കുന്നത്. ആരുമില്ലെങ്കിൽ പിന്നെ എങ്ങനെ മറ്റു ആരാധന്മാരുണ്ടായി എന്ന ഖുർആന്റെ ചോദ്യം ഈ സമുദായത്തെ പഠിപ്പിച്ചു. ദുആ കേൾക്കാൻ റബ്ബിനെ കഴിയൂ എന്ന് നമ്മൾ പഠിപ്പിച്ചു. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തടക്കമുള്ള ആയത്തുകൾ നമ്മൾ സമുദായത്തെ പഠിപ്പിച്ചു. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവരാരും കേൾക്കില്ല, കേട്ടാൽ തന്നെയും കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഉത്തരം ചെയ്യില്ല. ആരെ പറ്റിയാ പറഞ്ഞത്? ആരെക്കുറിച്ചാണ് ഈ ആയത്ത്? തഫ്സീറുകളിൽ കാണാം. ഇമാം ഖുർത്തുബിയൊക്കെ രേഖപ്പെടുത്തി, കൽ മലായികതി വൽ അംബിയാഇ വൽ ജിന്നി വസ്സയാതീൻ, മലക്കുകൾ ദുആ കേൾക്കില്ല, വൽ ജിൻ അംബിയാഇ, അംബിയാക്കൾ ദുആ കേൾക്കില്ല, വൽ ജിന്നി, ജിന്നുകൾ ദുആ കേൾക്കില്ല, വസ്സയാതീൻ, പിശാചുക്കളും ദുആ കേൾക്കില്ല. എന്ന് മാത്രമല്ല, വലൗ സമിഉ, കേട്ടാൽ തന്നെ, ഐ ഫർളൻ, അഥവാ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ, വലൗ സമിഉ മസ്തജാബു ലക്കും, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യാനുമാവില്ല എന്ന് ഖുർആൻ അർത്ഥസംഖ്യയില്ലാത്ത വിധം
ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു. ഈ ആയത്തുകൾ നാം മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചു. ആളുകൾ തൗഹീദ് ഗ്രഹിച്ചു. കൂട്ടം കൂട്ടമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദിയിലേക്ക് ആളുകൾ ധാരാളമായി മാറി വന്നു. തൗഹീദ് ഉൾക്കൊണ്ടു. റബ്ബിനോട് മാത്രം തേടുന്ന, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, റബ്ബിന് പുറമെ ഒരൊറ്റ പടപ്പിനോടും തേടിക്കൂടാ എന്ന് വിശ്വസിക്കുന്ന, തേടിയാൽ ആ തേട്ടം കേൾക്കാനോ ഉത്തരം ചെയ്യാനോ ഒരു മഖ്ലൂഖിനും സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളെ എണ്ണം നാൾക്ക് നാളെന്നോളം കൂടി വന്നു. അഭൗതികമായി സഹായിക്കാൻ, അഭൗതികമായി കേൾക്കാൻ, അഭൗതികമായി അറിയാൻ, അതേ അദൃശ്യമാർഗത്തിൽ സഹായിക്കാൻ, മറഞ്ഞ വഴിയിൽ സഹായിക്കാൻ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കേൾക്കാനും കാണാനും റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂ എന്ന ഖുർആനിന്റെ അധ്യാപനം മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കി. ധാരാളം ലേഖനങ്ങൾ ആ വിഷയത്തിൽ എഴുതി. ധാരാളം പ്രസംഗങ്ങൾ അവിഷയമായി ഉണ്ടായി. ഉദാഹരണമായി നമ്മുടെ നാട്ടുകാരനായിരുന്ന ബഹുമാന്യനായ സയ്യിദ് മൗലവി രണ്ടത്താണി അദ്ദേഹത്തെ കുറിച്ച് രചിക്കപ്പെട്ട ഈ പുസ്തകം, അതെ തൗഹീദിന് വേണ്ടി ഒരു ധന്യജീവിതം എന്ന ഈ പുസ്തകം, ഈ പുസ്തകത്തിന്റെ 131 പേജിൽ അഥവാ അവിടെ മൗലവിയുടെ ചില ലേഖനങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. ആ ലേഖനത്തിൽ മൗലവി എഴുതിയ ഭാഗം കാണാം. അല്ലാഹു അല്ലാത്തവർക്കാർക്കും മറഞ്ഞ വഴിക്കുള്ള യാതൊരു ഗുണവും ദോഷവും ചെയ്യാൻ കഴിയില്ലെന്ന് അല്ലാഹു ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സ്പഷ്ടമാക്കിയിരിക്കുന്നു. മറഞ്ഞ വഴിക്ക് ഒരു ഗുണവും ചെയ്യാൻ, ഒരു ദോഷവും ചെയ്യാൻ അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിനും കഴിയില്ല. ഇത് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് രണ്ടത്താണ് സയ്യിദ് മൗലവി അദ്ദേഹത്തിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ലേഖനത്തിന് അന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയെങ്കിൽ ഏകദൈവ സിദ്ധാന്തം എന്ന പേരിൽ സയ്യിദ് മൗലവി അന്ന് എഴുതിയ ലേഖനം, ആ ലേഖനത്തിലാണ് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് മറഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാൻ, ദോഷം വരുത്താൻ ഒരു പടപ്പിനും കഴിയില്ല, ഒരു സൃഷ്ടിക്കും കഴിയില്ല, റബ്ബിന് മാത്രമേ കഴിയൂ എന്ന് സയ്യിദ് മൗലവി അന്ന് രേഖപ്പെടുത്തി വെച്ചു. സയ്യിദ് മൗലവിക്ക് അറിയാഞ്ഞിട്ടല്ലോ സിഹറിലൂടെ പിശാചുക്കൾ ഉപദ്രവമേൽപ്പിക്കുന്നുണ്ട് എന്ന് സയ്യിദ് മൗലവിക്ക് അറിയാഞ്ഞിട്ടല്ല. മലക്കുകൾ, വിശ്വാസികളെ സഹായിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഉണ്ട് എന്നുള്ളത് സയ്യിദ് മൗലവിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നിട്ടും അദ്ദേഹം എഴുതി മറഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാൻ റബ്ബിന് മാത്രമേ കഴിയൂ, മറഞ്ഞ വഴിക്ക് ദോഷം വരുത്താൻ റബ്ബിന് മാത്രമേ കഴിയൂ. എന്തേ മൗലവി അങ്ങനെ എഴുതിയത്? ആ ഹദീസെല്ലാം തള്ളിയത് കൊണ്ടല്ല, ആ ആയത്തെല്ലാം ദുർവ്യാഖ്യാനിച്ചിട്ടായിരുന്നില്ല, മറിച്ച് ഒരു മലക്ക് മുഖേന റഹ്മാനായ റബ്ബ് ഈ ലോകത്ത് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ അത് യഥാർത്ഥത്തിൽ മലക്കിന്റെ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ മലക്കിന് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അതിനതീതമായി ചെയ്യാൻ മലക്കിനും കഴിയില്ല. ജിന്നുകൾ മുഖേന അള്ളാഹു ഈ ലോകത്ത് നടപ്പാക്കുന്ന എന്തൊക്കെ പ്രവർത്തനമുണ്ടെങ്കിലും ശരി, ആ പ്രവർത്തനങ്ങളും ജിന്നുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അതിനതീതമായി ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല, ഒരു വലിയനും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല, ഒരു പടപ്പിനും കഴിയില്ല. അതാണ് മായം ലികൂന മിൻ ഖിത്മീർ, കാരക്കുരുവിന്റെ പാട പോലും ഇവരാരും ഉടമയാക്കുന്നില്ല. ആരും ഉടമയാക്കുന്നില്ല? അമ്പിയാക്കൾ ഉടമയാക്കുന്നില്ല, മഹാന്മാർ ഉടമയാക്കുന്നില്ല, മലക്കുകൾ ഉടമയാക്കുന്നില്ല, ജിന്നുകൾ ഉടമയാക്കുന്നില്ല, പിശാചുക്കൾ ഉടമയാക്കുന്നില്ല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. എന്നാൽ അതേ പിശാചുക്കൾ സിഹറിലൂടെ സാഹിറിനെ സഹായിക്കുന്നു, പലർക്കും പ്രയാസം വരുത്തി വെക്കുന്നു. അപ്പൊ എന്ത് ഈ സംഭവം ആയത്തും വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. പിശാച്ചിലൂടെ സാഹിറിന് ലഭിക്കുന്ന സഹായങ്ങളും സിഹർ ചെയ്യപ്പെടുന്ന വ്യക്തിക്കുണ്ടായേക്കാവുന്ന പ്രയാസങ്ങളും അതൊന്നും മറഞ്ഞ വഴിക്കല്ല. അതിനെ നയിക്കുന്നതിനുള്ള മാർഗം എന്താണ് എന്ന് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. എന്നാൽ ആ പിശാചിന്, ആ ജിന്നിന് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ എന്തോ ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് അവൻ പ്രവർത്തിക്കുന്നത്. അല്ലാതെ പ്രവർത്തിക്കാൻ അവന് സാധ്യമല്ല എന്നർത്ഥം. മാത്രവുമല്ല, സയ്യിദ് മൗലവി തന്നെ പറയുകയാണ് ഇതിന്റെ 127 പേജിൽ, മറഞ്ഞ വഴിക്ക് എന്നൊന്ന് ഇബാദത്തിന്റെ നിർവചനത്തിൽ മുജാഹിദുകൾ കൂട്ടിച്ചേർത്തതാണെന്ന് പലരും തട്ടിവിടുന്നുണ്ട്. അഥവാ അന്ന് സമസ്ത മുസ്ലിയാക്കന്മാര് പറഞ്ഞു മറഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാ, മറഞ്ഞ വഴിക്ക് ദോഷം വരുത്താ, എന്നൊക്കെ എവിടുന്നേ കിട്ടി? ഇതൊക്കെ നിങ്ങളുണ്ടാക്കി വിട്ടതാണ് എന്ന് അന്ന് മുസ്ലിയാക്കന്മാര് പറഞ്ഞു. മൗലവി പറയാ, അത്തരക്കാർ
മറാഖയുടെ ഈ പ്രയോഗം കണ്ടില്ലായിരിക്കാം. എങ്കിൽ ഒന്ന് പരിശോധിക്കുന്നത് നന്ന്. പോരെങ്കിൽ അദൃശ്യമായ കഴിവ് എന്നത് ഇബാദത്തിൽ പെടുന്നുണ്ടെന്ന് ഖുർആനും ചൂണ്ടിക്കാണിക്കുന്നു. തഫ്സീർ മറാഖയിൽ വന്നൊരു പ്രയോഗം അദ്ദേഹം മേലെ കൊടുത്തു. അതിനെപ്പറ്റിയാ പറഞ്ഞത്. എന്താ പ്രയോഗം? ഒരു ബുദ്ധിക്കും യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയാത്ത അദൃശ്യമായ ഒരു അധികാര ശക്തി ഒരു വസ്തുവിനുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാൽ അതിന്റെ മഹത്വം മനസ്സിലാകുമ്പോൾ അയാൾക്ക് അതിനോടുണ്ടാകുന്ന വിധേയത്വമാണ് ഇബാദത്ത്. എങ്ങനെ? ഒരു ബുദ്ധിക്കും യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയാത്ത അദൃശ്യമായ ഒരു അധികാര ശക്തി ഒരു വസ്തുവിനുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാൽ അതിന്റെ മഹത്വം മനസ്സിലാകുമ്പോൾ അയാൾക്ക് അതിനോടുണ്ടാകുന്ന വിധേയത്വം, അതാണ് ഇബാദത്ത്. എന്തോ ഒരു അധികാര ശക്തി ഈ വസ്തുവിനുണ്ട്, ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത എന്തോ സവിശേഷത ഇയാൾക്കുണ്ട് എന്ന വിശ്വാസം കയറുമ്പോൾ അയാളുണ്ടാകുന്ന വിധേയത്വം, അതാണ് ഇബാദത്ത്. അതാണ് മറഞ്ഞ വഴി, അതാണ് അദൃശ്യമാർഗം. അല്ല കണ്ണ് കാണാത്തത് എന്നല്ല, പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറത്ത് എന്നുള്ളതല്ല. എന്നിട്ട് മൗലവി പറയാം, അള്ളാഹു പറയുന്നു ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അവങ്കലേക്ക് തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം മടക്കപ്പെടുന്നതും. അതുകൊണ്ട് നീ അവനെ ആരാധിക്കുക, അവന്റെ മേൽ ബലമേൽപ്പിക്കുകയും ചെയ്യുക. നിന്റെ നാഥൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഒട്ടും അശ്രദ്ധനല്ല. ഇവിടെ അദൃശ്യ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതായതുകൊണ്ട് അവൻ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഇബാദത്തിൽ മറഞ്ഞ വഴി എന്നൊരു വസ്തുതയുണ്ടെന്ന് മനസ്സിലായി. ആകയാൽ അദൃശ്യമാർഗത്തിൽ എന്നത് മുജാഹിദുകൾ ഉണ്ടാക്കിയതല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ അദൃശ്യമാർഗത്തിൽ ഗുണം ചെയ്യാൻ, ദോഷം വരുത്താൻ റബ്ബിന് മാത്രമേ കഴിയൂ. എല്ലാ മലക്കുകൾ മുഖേന റബ്ബ് പല സഹായങ്ങളും പല വിശ്വാസികൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹഫദത്ത് എന്ന മലക്കുണ്ടെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അത് അദൃശ്യ മാർഗമാണോ? അല്ല. ജിന്നുകൾ മുഖേന ലോകത്തു പല പ്രവർത്തനങ്ങളും റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചിരിക്കുന്നു. അത് അദൃശ്യ മാർഗത്തിലെ പ്രവർത്തനമാണോ? അല്ല. മറഞ്ഞ വഴിക്കുള്ള പ്രവർത്തനമാണോ? അല്ല. നമ്മെ അപേക്ഷിച്ച് നമ്മുടെ കണ്ണിൽ നിന്ന് അത് മറഞ്ഞുവെന്നല്ലാതെ ഇബാദത്തിൽ നിശ്ചയിക്കപ്പെട്ട ഇബാദത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന മറഞ്ഞ വഴി എന്ന മറഞ്ഞ വഴി ജിന്നിനുമില്ല, മലക്കിനുമില്ല. അത് റഹ്മാനായ റബ്ബിന് മാത്രം. ആ മറഞ്ഞ വഴിക്ക് ഈ ലോകത്ത് നടക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ അത് മുഅ്ജിസത്തും കറാമത്തും മാത്രമാണ്. മുഅ്ജിസത്തും കറാമത്തും മറഞ്ഞ വഴിക്കാണ്, അസാധാരണ മാർഗത്തിലാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, അഭൗതിക മാർഗത്തിലാണ്. ആ മുഅ്ജിസത്തും കറാമത്തും ആവട്ടെ അല്ലാഹു തആല നേരിട്ട് നടപ്പാക്കുന്നതാണ്. ആരിലൂടെ വന്നുവോ അവർക്കതിൽ ഒരു പങ്കുമില്ല. ഒരു നബിയുടെ മുഅ്ജിസത്തുണ്ടായാൽ ആ നബിക്കതിൽ പങ്കില്ല. അതുകൊണ്ടാണല്ലോ തന്റെ വടി താഴോട്ടിട്ട് ആ വടി സർപ്പമായി മാറിയപ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു പിന്മാറിയെന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. സ്വന്തം കഴിവാണ്, പേടിച്ചു പിന്മാറില്ലല്ലോ. പേടിച്ചു പിന്മാറി. അല്ലാഹു വിളിച്ചു, ലാ തഖഫ്, താങ്കൾ പേടിക്കേണ്ടതില്ല, ഇന്നക അൻതൽ അഅ്ലാ, താങ്കൾ തന്നെയാണ് വിജയിക്കുക എന്ന് അല്ലാഹു വിളിച്ചു. അതേപോലെ എടുത്തോളൂ, പിടിച്ചോളൂ ആ വടിയെ എന്ന് പറഞ്ഞു. തുരുസീനയിൽ വെച്ച് ആ വടി താഴോട്ടിട്ട് പാമ്പായി മാറിയപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു, പിന്തിരിഞ്ഞു. അല്ലാഹു വിളിച്ചു, പേടിക്കരുത്, ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സിറതഹൽ ഊലാ, ഖുദ്ഹാ, ആ വടി എടുത്തോളൂ, വലാ തഖഫ്, പേടിക്കരുത്, സനുഈദുഹാ സീറതഹൽ ഊലാ, അതിൽ ആദ്യ രീതിയിലേക്ക് നാം അതിനെ മാറ്റിക്കൊണ്ടുവരും എന്ന് അല്ലാഹു വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ സർപ്പമായി വരുന്ന ആ സർപ്പത്തിനെ മൂസാ നബി ഇസ്ലാം പിടിക്കുന്നതോടുകൂടി അത് വടിയായി മാറുന്നു എന്നർത്ഥം. അപ്പോൾ മുഅ്ജിസത്താണെങ്കിലും കറാമത്താണെങ്കിലും അത് അദൃശ്യ മാർഗത്തിലാണ്, അത് മറഞ്ഞ മാർഗത്തിലാണ്. അതാവട്ടെ റഹ്മാനായ റബ്ബ് നേരിട്ട് നടപ്പാക്കുന്നു, ഒരു സൃഷ്ടിയുടെയും കഴിവിൽപ്പെട്ടതല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പോലും അല്ലാഹു തആല പറയാൻ പറഞ്ഞത്, എന്റെ ഇഷ്ടപ്രകാരം ദൃഷ്ടാന്തം കൊണ്ടുവരാൻ എനിക്കാവില്ല എന്ന് പറയൂ നബിയെ എന്ന് അല്ലാഹു തആല നബിയോട് ആവശ്യപ്പെട്ടതും ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ
അറിയപ്പെട്ടിരുന്ന ചില ആളുകൾ തന്നെയും ഈ രംഗത്ത് അപകടകരമായ ചില വാദങ്ങളിലേക്ക് എത്തിപ്പെട്ടു വന്നത് കൂടി ഈ വിഷയത്തിന്റെ ഭാഗമായി പറയാതിരിക്കാനാവില്ല. ഈ നാളിതുവരെയും പഠിപ്പിച്ച സയ്യിദ് മൗലവി രേഖപ്പെടുത്തിയ, അതിനു മുമ്പ് KM മൗലവി മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരും നേതാക്കന്മാരും രേഖപ്പെടുത്തി വെച്ചതും ഖുർആനും ഹദീസും പരിചയപ്പെടുത്തിയതുമായ ലോകത്ത് തർക്കമില്ലാതെ അംഗീകരിച്ചു പോന്ന അഹ്ലുസുന്നയുടെ ആദർശമായ ഈ ഒരു ആദർശത്തിന് വിരുദ്ധമായി പുതിയ ചില രീതികൾ വന്നുകൊണ്ടിരിക്കുന്നു പല ഭാഗങ്ങളിൽ നിന്നായി. അല്ലാത്തവർ ഏതായാലും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുവരെ തേടാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അത്തരം ആളുകൾക്കെതിരെ മറുപടി പറഞ്ഞിരുന്ന അദൃശ്യ മാർഗവും അഭൗതിക മാർഗവും ഒക്കെ എന്താണെന്ന് വിശദീകരിച്ചിരുന്ന ചില ആളുകൾ തന്നെയും ഇപ്പൊ പറയാൻ തുടങ്ങി മലക്കുകൾ പ്രാർത്ഥന കേൾക്കുമെന്ന്. നഊദു ബില്ലാഹ്. 2 ദിവസം മുമ്പ് പുളിക്കരി വെച്ച് നടന്ന മുഖാമുഖ വേദിയിൽ ഹനീഫ് കായക്കുടിയോട് ഒരു ചോദ്യം, റഖീബ് അതീദ് പ്രാർത്ഥന കേൾക്കുമോ ഇല്ലേ? റഖീബ് അതീദോട് ഞാൻ ദുആ ചെയ്താൽ ആ ദുആ അവർ കേൾക്കുമോ ഇല്ലേ? കായക്കുടിയുടെ മറുപടി കേൾക്കുമെന്നാണ്. ദുആ കേൾക്കുമെന്നാണ്. ആ കായക്കുടിയെ നമുക്കറിയാമല്ലോ, അദ്ദേഹം പ്രസംഗിച്ച പഴയ സീഡികൾ ഏതെടുത്ത് പരിശോധിച്ചാലും ശരി, ആ സീഡികളിൽ മുഴുവനും അദ്ദേഹം കൃത്യമായി എന്നും ഓതിരുന്ന ആയത്താണ് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും എന്ന് അദ്ദേഹം അതിന് വിശദീകരണവും കൊടുക്കാറുണ്ട്. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ നിന്ന് കൽ മലായികതി വൽ അംബിയാഇ വൽ ജിന്നി വശയാതീൻ, മലക്കുകളെ പോലെ, നബിമാരെ പോലെ, പിശാചുക്കളെ പോലെ, ജിന്നുകളെ പോലെ എന്ന് അന്ന് അദ്ദേഹം തഫ്സീറും വായിക്കാറുണ്ട്. എന്നാണാവോ ആ തഫ്സീറിൽ നിന്ന് മലായികത്ത് മാറ്റി നിർത്തപ്പെട്ടത്? നിങ്ങൾ ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅകും, ദുആ കേൾക്കില്ല. ആര്? കൽ മലായിക, മലക്കുകളെ പോലെ, വൽ അംബിയ, അംബിയാക്കളും കേൾക്കില്ല, വൽ ജിന്നി, ജിന്നും കേൾക്കില്ല, വശയാതീൻ, ശൈത്താന്മാരും കേൾക്കില്ല. പക്ഷേ 100,000 തവണ ആ തഫ്സീർ സ്റ്റേജിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹനീഫ് കായക്കുടിയും ഇപ്പൊ പറയുന്നു മലക്കുകൾ പ്രാർത്ഥന കേൾക്കും. ഖുബൂരികൾ പറയുന്നു മഹാന്മാർ പ്രാർത്ഥന കേൾക്കും. കായക്കുടി പറയുന്നു മലക്കുകൾ പ്രാർത്ഥന കേൾക്കും. അതാ ഞങ്ങൾ പറഞ്ഞത് ഇത് അപകടത്തിലേക്കാണ് എന്നുള്ളത്. 1 കൊല്ലം മുമ്പ് 2012 അവസാനത്തോടു കൂടി ആദർശ രംഗത്ത് മാറ്റം വരുത്തി ജിന്നിനെയും മലക്കിനെയും അഭൗതികമാക്കി മാറ്റിയപ്പോൾ തന്നെ നമ്മളൊക്കെ അപകടം മനസ്സിലാക്കി. നമ്മളൊക്കെ പറഞ്ഞു ഇത് അപകടമാണ്, ഇത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അന്നവർക്കത് ഉൾക്കൊള്ളാനായില്ല. അങ്ങനെ മൂവാറ്റുപുഴയിൽ വാദപ്രതിവാദം നടന്നു AP സുന്നികളുമായിട്ട്. ഇന്ന് അവർ സംവാദത്തിന് വരാത്ത കാര്യമാക്കണ്ട, അത് മുടിയൊന്നാകെ കെട്ടിക്കുടുങ്ങി ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഇപ്പൊ സമ്മാനം പോയിട്ട് മര്യാദക്കൊന്ന് എഴുതി നിൽക്കാൻ പോലും കഴിയാത്ത കോലത്തിലാ ഇപ്പൊ സഖാഫിമാരുള്ളത്, AP സുന്നികളുള്ളത്. അതുകൊണ്ട് പക്ഷെ ഒരു സൈലന്റ് ആയിട്ടുണ്ടാവാം. ആവട്ടെ, അന്ന് മൂവാറ്റുപുഴയിൽ വെച്ച് വാദപ്രതിവാദം നടന്നു. നൗഷാദ് ഹസനിയുമായി നടത്തിയ ആ സംവാദത്തിൽ അനസ് മുസ്ലിയാരും ഹനീഫ് കായക്കുടിയും പങ്കെടുത്തു. അങ്ങനെ ഹനീഫ് കായക്കുടിയോട് അന്ന് നൗഷാദിന്റെ ചോദ്യമുണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് നിങ്ങൾ ഇപ്പൊ പറയുന്നുവല്ലോ, എന്നാൽ നിങ്ങൾ പണ്ട് പറഞ്ഞതോ അഭൗതികമായ കഴിവുകൾ റബ്ബിന് മാത്രമുള്ളതാണ് എന്ന. അഭൗതികമായ സഹായം ചെയ്യാനും അഭൗതികമായി ദോഷം വരുത്താനും റബ്ബിനെ കഴിയൂ എന്നല്ലേ നിങ്ങൾ പണ്ട് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ജിന്നും മലക്കും അഭൗതികമാണെന്ന്. അതേ നിങ്ങൾ പറയുന്നു സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന്. അഥവാ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടാകണമെങ്കിൽ സിഹിറിൽ പിശാച് ഇടപെടണമല്ലോ. പിശാചിനെ പൂജിച്ചുകൊണ്ട്, പിശാചിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, പിശാചിനെ സഹായം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണല്ലോ സിഹിർ ചെയ്യുന്നത്. ആ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അഥവാ പിശാച് ഉപദ്രവിക്കുമെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. പിശാചാവട്ടെ അഭൗതികമാണ് താനും. അപ്പോൾ അഭൗതികമായ ഉപദ്രവം റബ്ബല്ലാത്തവരും ചെയ്യുമെന്ന് നിങ്ങളും സമ്മതിക്കേണ്ടി വന്നില്ലേ? സിഹിർ യാഥാർത്ഥ്യമുണ്ടെന്ന് പറഞ്ഞതോടുകൂടി നിങ്ങൾ തൗഹീദും പൊളിഞ്ഞില്ലേ? നിങ്ങളും മുശ്രിക്കായി മാറിയില്ലേ എന്ന് നൗഷാദ് ഹസൻ ചോദിച്ചപ്പോൾ ഹനീഫ് കായക്കുടി എന്താ പറഞ്ഞത്? അഭൗതികമായി സഹായിക്കുമെന്നോ ദോഷം ചെയ്യുമെന്നോ വിശ്വസിച്ചാ ശിർക്കില്ല, അത് പ്രകാരം തേടിയാലേ ശിർക്കുള്ളൂ. അഭൗതിക കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമൊന്നുമില്ല, തേടിയാലാ പ്രശ്നം. അപ്പോഴാ നൗഷാദിന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ മുഹീദ്ദീൻ ശൈഖ് അഭൗതികമായി സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, തേടുന്നില്ല, ശിർക്കല്ല, സമ്മതിക്കോ? മുഹീദ്ദീൻ ശൈഖ് അഭൗതികമായി സഹായിക്കും, ഞങ്ങളെ വിളി കേൾക്കും, ആ വിളിക്ക് ഉത്തരം ചെയ്യാനും കഴിയും, പക്ഷെ ഞങ്ങൾ വിളിക്കുന്നില്ല, ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ഇത് ശിർക്കാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും എന്ന ചോദ്യത്തിന്
കായക്കുടിക്ക് മറുപടി ഉണ്ടായില്ല. ഒരു കൊല്ലം അദ്ദേഹം ഗവേഷണം ചെയ്തു, ഒരു കൊല്ലം അദ്ദേഹം തെരഞ്ഞെടുന്നു. ഇപ്പൊ ഉത്തരം കിട്ടി. ആ ഉത്തരം പുളിക്കലിൽ പറഞ്ഞു, അതെ, ദുആ കേൾക്കും അല്ലാഹു അല്ലാത്തവർ, ദുആ കേൾക്കും അല്ലാഹു അല്ലാത്തവർ. മലക്ക് കേൾക്കുമെങ്കിൽ റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു പടപ്പ് ദുആ കേൾക്കുമെന്ന് വന്നാൽ തൗഹീദ് പൊളിഞ്ഞില്ലേ? റബ്ബല്ലാത്ത ഒരൊറ്റപ്പടപ്പ് ഏതെങ്കിലും സൃഷ്ടി ദുആ കേൾക്കുമെന്ന് വന്നാൽ എത്ര ആയത്ത് ഒഴിവാക്കണം? എങ്കിൽ പിന്നെ എന്ന ആയത്ത് ഇതെങ്ങനെയാണാവോ ഹനീഫ്ക്കായി കൂടി ഓതുക? എന്താണാവോ ചെയ്യുക? തഫ്സീർ ഖുർത്തുബി ആയത്ത് കാണാപാഠം പഠിക്കുന്ന പോലെ പഠിച്ച വിശദീകരണ ഭാഗമാണല്ലോ ഫാത്തിർ സൂറയിലെ 14-ാമത്തെ ആയത്തിന്റെ തഫ്സീർ. ആ തഫ്സീർ അദ്ദേഹം ഇനി എന്താണാവോ ചെയ്യുക? നഊദു ബില്ലാഹ്. ഇതാണ് പ്രമാണം വിട്ടാൽ, തൗഹീദ് വിട്ടാൽ ആകാശത്ത് നിന്ന് വീണവനെ പോലെ എന്ന പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അന്വർത്ഥമായി മാറുന്നത്. എന്നാൽ 10 കൊല്ലം മുമ്പ് മടവൂരിയായ അബ്ദുസ്സലാം സുല്ലമി ഈ വിവാദവുമായി വന്നപ്പോൾ അന്ന് നമ്മളൊക്കെ പഠിപ്പിച്ചതെന്താ? അന്ന് അവരോട് പറഞ്ഞു, ഇല്ല സുല്ലമി, താങ്കൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു, താങ്കൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു. അഭൗതികമായി സഹായിക്കാനും ദോഷം വരുത്തുവാനും റബ്ബിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ജിന്നും മലക്കും ഒന്നും ആ കഴിവുള്ളവർ അല്ല എന്ന് നമ്മൾ പഠിപ്പിച്ചു. അന്ന് വിവാദം വന്നപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ആ വിവാദത്തിനിടയിൽ ചെറിയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ടു നോക്കി. അന്ന് വിചിന്തനം വാരികയിൽ അമ്പലക്കടവ് ഫൈസിയെയും അബ്ദുസ്സലാം സുല്ലമിയെയും ഒന്നിച്ച് ഖണ്ഡിച്ചു കൊണ്ടെഴുതിയ അന്നത്തെ ലേഖനം 2007 ഫെബ്രുവരി 16 നമ്മളെല്ലാ സ്ഥലത്തും വായിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാന ശ്വാസം വരെ നമ്മൾ വായിക്കുകയും വേണം. ഇത് ഈ വിചിന്തനം വാരിക 2007 ഫെബ്രുവരി 16 അന്ന് എഴുതിയതെന്താ? ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്കതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. കാര്യകാരണ ബന്ധമെന്ന വ്യവസ്ഥക്കതീതമായ കഴിവ് അള്ളാഹിന്റെ മാത്രം പ്രത്യേകത. എന്നിട്ട് പറയാം, മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. മലക്കിന്റെയും ജിന്നിന്റെയും പ്രവർത്തനങ്ങളും കഴിവുമൊക്കെ അതിന്റെ കാര്യകാരണ ബന്ധം എന്ത് നമുക്ക് പിടികിട്ടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ കാര്യകാരണ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. മലക്കിനെ കുറിച്ച് ജിന്നിനെ കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. ഇത് പറഞ്ഞതിന് അന്ന് മടവൂർ സുഹൃത്തുക്കൾ നമ്മളെല്ലാം വിളിച്ചു, നിങ്ങൾ ജിന്നിന്റെ ആൾക്കാരാ, നിങ്ങൾ ജിന്നൂരിയ അന്ധവിശ്വാസത്തിലേക്ക് വിളിക്കുക, നവയാഥാസ്ഥികന്മാരാണ് എന്ന് അന്ന് പറഞ്ഞപ്പോൾ എല്ലാരും ഒന്നിച്ചു നിന്ന് പറഞ്ഞു കൊടുത്തു, ഇല്ല കൂട്ടരെ, ഇത് പ്രമാണം പഠിപ്പിച്ച ആശയമാണ്. അപ്പൊ അന്നും ഇന്നും എന്നും ഇതാണ് മുജാഹിദീങ്ങളുടെ ആശയം. ഏത്? ജിന്നും മലക്ക് അഭൗതികമാണെന്ന് ബുദ്ധിയുള്ളവനും പറയില്ല, വിവേകമുള്ളവനും പറയില്ല എന്ന് 2007. എന്നാൽ 2012 ആയപ്പോൾ അത് രണ്ടുമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, അതേ വിചിന്തനത്തിൽ മറ്റൊരു ലേഖനം. എന്താ ഹെഡിങ്? ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. 2013 ഫെബ്രുവരി 1, ഫെബ്രുവരി 8 2 ലക്കങ്ങളിൽ. ഫെബ്രുവരി 1 എഴുതി, തീരാഞ്ഞിട്ട് 8 വീണ്ടും ബാക്കി എഴുതി. 2 ലക്കങ്ങളിൽ ആവർത്തിച്ചു വന്നു, ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. ഇതിലെഴുതി ജിന്ന് അഭൗതികമാണെന്ന് ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയില്ല. അപ്പൊ മുജാഹിദീങ്ങൾ തീരുമാനിച്ചു, എന്നാ പിന്നെ ഇത് രണ്ടും ഇല്ലാത്ത പണിക്ക് നമ്മളില്ല, ബുദ്ധിയും വകതിരിവും ഇല്ലാത്തൊരു പണിക്ക് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് മുജാഹിദീങ്ങൾ പറഞ്ഞു, ഇത് പറയാൻ പറ്റൂതല്ലോ. കാരണം എന്താ? അന്ന് പറഞ്ഞ എന്താ? അന്നും ഇന്നും എന്നും ഇതാണ് നമ്മുടെ നിലപാട്. പിന്നെ എങ്ങനെ അത് മാറി?
അപ്പൊ മറ്റോൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും എത്രപ്പെടും ശരി ഞങ്ങളെടുത്തുണ്ട്. അതവിടെ നോട്ട കുഴപ്പമില്ല, അത് നമുക്ക് ആർക്കാ വേണ്ടിയുള്ളത് പിന്നെ തീരുമാനിച്ച് കൈകാര്യം ചെയ്യാം. പക്ഷേ അന്നും ഇന്നും എന്നും എന്ന് പറഞ്ഞെടുത്ത് ഞങ്ങൾ നിൽക്കുകയാണെന്ന് മുജാഹിദീങ്ങൾ തീരുമാനിച്ചു. അവിടെയാണ് ഒരു പുതിയ വിവാദം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഒരു കൊല്ലം മുമ്പ് വരെ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ ഈ വിഷയത്തിൽ തർക്കമുണ്ടായിരുന്നില്ല എന്ന് ആർക്കറിയാത്തത്? ഇത് നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന സമ്മേളനത്തിന്റെ ഭാഗമായി ഇറങ്ങിയ പുസ്തകം, അഴിഞ്ഞിലം സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 5-ാമത്തെ പേജിൽ പറഞ്ഞെന്താ? ഈ പുസ്തകത്തിന് 5-ാമത്തെ പേജ് അതിൽ പറയുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ രീതിയിൽ മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചാതീതനായ ജഗന്നിയന്താവ് മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ രൂപത്തില് മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി അല്ലാഹു മാത്രം എന്ന് കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറക്കിയ പുസ്തകം. ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല. ഇതെവിടുന്ന് മാറി? ഇതാരു മാറ്റി? ആ പശ്ചാത്തലത്തിലാണ് നേരത്തെ നബീല് പറഞ്ഞ പോലെ പല ചോദ്യങ്ങളും പ്രസക്തമായത്. കാവുംപുറത്തുകാരൻ അബ്ദുറഹ്മാൻ സാരിയാണല്ലോ പറഞ്ഞത്, ഞാൻ ജിന്നിനെ കണ്ടിട്ടുണ്ട്. ജിന്നെ മൂപ്പരെ തലയിൽ കൂടി കാലെടുത്ത് വെച്ചിട്ട് പോയി എന്നാ മൂപ്പര യോഗത്ത് പറഞ്ഞത്. മൂപ്പര സുബഹിക്കാണ്ട് പോകുമ്പോഴ് ഈ മുളക്കൂട്ടത്തുനിന്ന് ജിന്നിന് ചാടി, എന്നിട്ട് മൂപ്പര തലയിൽ കൂടി ഉണ്ട് കവച്ച് വെച്ചിട്ട് ജിന്നാണ് പോയി എന്നാ. അന്ന് ജിന്ന് കൂടിയതാ മൂപ്പരിക്കുന്ന നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്. അവിടെ പോയിട്ടില്ല, കവച്ച് വെച്ച് മൂപ്പരെ ഉള്ളിൽ കണ്ട് ഇറങ്ങിക്ക. അതാണ് പിന്നെ ഈ കോലത്തിലാകാൻ കാരണം. അല്ലാതെ പറഞ്ഞ മനസ്സിലാക്കിയ മൂപ്പര് 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ജിന്നിനെ കണ്ട ആളാ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. നിഷേധിക്കൂല. 3 തവണ മൂപ്പര് ജിന്നിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഹിദായ മൾട്ടിമീഡിയന്റെ നജമുദ്ദീൻ ഉണ്ടല്ലോ, ഓന്റെ ബൈക്കിനെ പിന്നിൽ ജിന്ന് കയറി നടന്ന് ഒതുക്കിങ്ങന്ന് പിന്നെ ഇവിടെ പൊന്മള വരെ. ഓൻ എന്നോട് പറഞ്ഞ അമീറിനോടും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഒതുക്കിങ്ങന്ന് ഓന്റെ വണ്ടിന്റെ വേക്കെ കയറി ഓരോ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ പോയി. അങ്ങനെ പൊന്മളെത്തി. ഇപ്പൊ രാത്രി 12 മണിക്ക പൊന്മളെത്തി. ഇപ്പൊ വർത്താനം കേൾക്കണില്ല. അപ്പൊ ആളൊടുക്കെ പോയി നോക്കുമ്പോ ആളില്ല. അന്ന് ജിന്റെ ഭൗതിക ഓലിക്ക് ഇപ്പൊ ഓനെ സംബന്ധിച്ച ഭൗതിക. അപ്പൊ അതൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല. അർത്ഥം ബൈക്കുമെന്ന് ഇറങ്ങിയിട്ടുള്ളൂ, സംഗതി ഓനെ പിന്നാലെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് പല മനുഷ്യന്മാർക്കും ഇപ്പൊ മാറ്റി പറയേണ്ടി വന്നത്. ഇപ്പൊ അങ്ങനെ കൂടി വന്നപ്പോ ദുആ കേൾക്കും മലക്ക്. നീ കുറച്ച് കഴിഞ്ഞാൽ ജിന്നും ദുആ കേൾക്കുന്ന വരും, പറയേണ്ടി വരും. മലക്ക് ദുആ കേൾക്കുമെന്ന് പറയാൻ എന്തു ന്യായമാണോ പറഞ്ഞത്, അതേ ന്യായം വെച്ചിട്ട് ജിന്നും ദുആ കേൾക്കുന്നു പറയണ്ടേ? എങ്ങനെ പറയാതിരിക്കുക? ഇപ്പൊ അല്ലെങ്കിലും ഇപ്പൊ ആകെ മഹാന്മാരുടെ വിഷയത്തിലെ ഖുറാഫിയുടെ തർക്കം പോലിക്കൊള്ളൂ. ഖുറാഫിയാള് പറഞ്ഞത് ജിന്നും മലക്കും മഹാന്മാർക്കും അഭൗതിക കഴിവുണ്ട്. ഇവര് പറഞ്ഞു ജിന്നും മലക്കും അഭൗതികമാണ്. നമ്മൾ പറഞ്ഞു അഭൗതിക കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അവിടെ അപ്പൊ തർക്കം കിടക്കുന്നത്. അവിടെയാ തർക്കം കളിക്കുന്നത്. ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അബ്ദുസ്സലാം സ്വലമി ചെയ്തതാണ് അല്പമെങ്കിലും മാന്യത അവരെ ഭാഗത്ത് ആലോചിക്കുമ്പോൾ. കാരണം അയാൾ പറഞ്ഞു ജിന്നും മലക്കും അഭൗതികമാണ്. അതുകൊണ്ട് ജിന്നും മലക്കും സഹായിക്കുന്നോ ഉപദ്രവിക്കുന്നോ വിശ്വസിക്കാൻ തന്നെ പറ്റൂല. കാരണം വിശ്വസിക്കുകയാണെങ്കിൽ അഭൗതിക സഹായം റബ്ബല്ലാത്തവൻ ചെയ്യുമെന്ന് വിശ്വസിക്കണം, അഭൗതിക ഉപദ്രവം റബ്ബല്ലാത്തവൻ വെളുത്തുമെന്ന് വിശ്വസിക്കണം. അത് വിശ്വസിച്ചാൽ ശിർക്കായി. അതുകൊണ്ട് ജിന്നും മലക്കും ഒരു സഹായവും ചെയ്യൂല, ഒരു ഉപദ്രവം ഏൽപ്പിക്കൂല. അപ്പോഴേ അല്ല സുല്ലമി, അപ്പൊ സിഹിറിലൂടെ പിശാച്ച് ഇടപെടുന്നുണ്ടല്ലോ. സിഹിറൊന്നുമില്ല. ഹദീസ് ബുഖാരി ഉണ്ടല്ലോ. അത് തള്ളണം, ഒഴിവാക്കണം. ബുദ്ധിക്കും പറ്റൂല, തൗഹീദിനും പറ്റൂല, ഖുർആനും എതിരാണ്, തള്ളിക്കളയണം എന്നാ. അപ്പൊ സുല്ലമി ഒരു സിഹിർ മാത്രമാവൂലല്ലോ, വേറെ എത്ര ഹദീസ് അങ്ങനെയുണ്ട് എന്നാ കൊണ്ടുപോകാൻ നോക്കട്ടെ. കൊണ്ടുപോയി കൊടുത്തു നോക്കുമ്പോഴോ 60 ഹദീസ് മൂപ്പര് തള്ളി. 60 ഹദീസ്. കാരണം എന്താ? മൂപ്പര് ചെയ്തത് മാന്യതയാണ്. ആ 60 ഹദീസ് എടുത്താൽ മൂപ്പര കണക്ക് പ്രകാരം തൗഹീദ് പൊളിയും. ഒന്നുകിൽ തൗഹീദ് എടുക്കുക, ഹദീസ് തള്ളുക, അല്ലെങ്കിൽ ഹദീസ് എടുക്കുക, തൗഹീദ് തള്ളുക. മൂപ്പര് മനസ്സിലാക്കി തൗഹീദ് എടുക്കുക, ഹദീസ് പോയിക്കോട്ടെ. അങ്ങനെ 60 ഹദീസ് മൂപ്പര് തള്ളി. അപ്പോൾ നമ്മളെ കുഴപ്പുറത്തുള്ള മൊയ്തീൻ സ്വലമി പറഞ്ഞത് 60 ഒന്നല്ല 110 ഹദീസിന് കുഴപ്പമുണ്ട്, 110 ഹദീസിന് കുഴപ്പമുണ്ട് എന്നാണ് പറഞ്ഞത്. സിറാത്ത് പാലല്ല സലാം സ്വലമി എഴുതിച്ചതാ. ബുഖാരി പരിഭാഷയിൽ അദ്ദേഹം എഴുതി വെച്ചു, സിറാത്ത് പാലം ഇല്ലെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു.
അപ്പൊ നമ്മൾ വിചാരിക്കും ഹദീസിൽ ഇങ്ങനെ സിറാത്ത് പാലം ഇല്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് ഹദീസിൽ ഉണ്ട് തോന്നിപ്പോകും. അപ്പൊ സംഭവം എന്താ അറിയോ? പരലോകത്ത് നടക്കുന്ന പല വിഷയങ്ങളും വിശദീകരിച്ചൊരു ഹദീസ്, ആ ഹദീസിൽ സിറാത്തിനെ പറ്റി പരാമർശമില്ല. സിറാത്ത് വേറെ ഒരുപാട് ഹദീസിലുണ്ട്, ഖുർആൻ തന്നെ സൂചിപ്പിച്ചതാണ്, ഹദീസിൽ വ്യക്തമായി പറഞ്ഞതാണ്. ഈ ഹദീസിൽ സിറാത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ മൂപ്പർ എന്ത് മനസ്സിലാക്കിയ ഇതൊരു കിട്ടലാണ്. അപ്പൊ അതിന്റെ വിശദീകരണത്തിന് മൂപ്പര വക സിറാത്ത് പാലമില്ലെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. അങ്ങനെ മൂപ്പർ എല്ലാം വ്യാഖ്യാനിച്ചു. ദജ്ജാല് അത് ഖിയാമത്ത് നാളിനെ മുന്നോടിച്ച് വരാനുള്ള സംഗതി ഒന്നുമല്ല എന്നാ മൂപ്പര് പറഞ്ഞത്. അതിന് മൂപ്പർ ന്യായം പറഞ്ഞെന്താ അറിയോ? ഒരു ഹദീസിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ മുമ്പ് വന്ന എല്ലാ അമ്പിയാക്കളും അവരുടെ ജനതയോട് ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്, എന്നാൽ അവരെല്ലാം ചെയ്തതിനേക്കാൾ ഏറെ ഞാൻ താക്കീത് ചെയ്യുന്നു എന്ന് പറഞ്ഞ റസൂൽ ആ വിഷയം പഠിപ്പിച്ചത് തന്നെ. അപ്പൊ ഇയാളെ ബുദ്ധി വർക്ക് ചെയ്തു. ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പ് വരാനുള്ളതാണെങ്കിൽ എന്തിനാ ഇപ്പൊ നൂഹ് നബി ഇത് പറയണത്? എന്തിനാ മൂസാ നബി പറയണത്? എന്തിനാണ് ഈസാ നബി പറയണത്? അത് മുഹമ്മദ് നബി പറഞ്ഞാൽ പോലെ. അപ്പൊ ഇത് ആ ദജ്ജാലല്ല, ഇത് വേറെ ഏതോ ദജ്ജാലാണ്. അങ്ങനെ മൂപ്പര് വ്യാഖ്യാനം ചൊപ്പിച്ചു. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയ്ക്കയിൽ സത്യവും അസത്യവും കൂട്ടിക്കുഴച്ച് അവതരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും പണ്ഡിതന്മാർക്കും മൊത്തത്തിൽ പറയുന്ന പേരാണ് ദജ്ജാല്. അപ്പൊ എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും ഉണ്ടാവാൻ അങ്ങനത്തെ. അപ്പൊ ഒരു ഹദീസിലുണ്ട് ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. അപ്പൊ അവിടത്തെ മൂപ്പര് കുടുങ്ങി, ഇനിയിപ്പോ എന്തതിന് പറയാന്നാ. അപ്പൊ മൂപ്പര് വ്യാഖ്യാനം കണ്ടെത്തി, ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞ വിവക്ഷ വിഷയത്തിന്റെ ഒരു വശം മാത്രം അവതരിപ്പിക്കുന്നവൻ എന്നാണ്. അങ്ങനെ ഒപ്പിച്ചു. ദജ്ജാൽ ഇല്ലാതായി, സിറാത്ത് പാലല്ലാതായി. അല്ല, മൊയ്തീൻ സുലൈമീൻ പറഞ്ഞു സിറാത്ത് പാലൊന്നുമില്ല, അതൊരു ആലങ്കാരിക പ്രയോഗം. സിറാത്ത് എന്ന് ഹദീസിൽ വന്നിട്ടുള്ളത് പാലൊന്നുമല്ല. പാലത്തിന് ജിസ്ർ എന്ന അറബി പറയുക, ഇവിടെ സിറാത്ത് എന്നാ പറഞ്ഞത്, അത് പാലമല്ല. ഇപ്പൊ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അവിടെ പാലം കടത്തുന്നല്ലോ എന്നാ മൂപ്പര് കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹത്തെ നമ്മുടെ പ്രബോധകൻ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മൗലവി, സ്വഹീഹ് ബുഖാരിയിൽ ജിസ്ർ എന്ന വാക്കനുണ്ടല്ലോ,